കേട്ടില്ല, എന്തിനാടാ ചക്കര നീ അച്ഛൻ പട്ടത്തിന് പോകുന്നത്, ആ ഒരു സെൻസിനേക്കാൾ അപ്പുറത്തേക്കും ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ എന്തിനാടാ നിനക്ക് വേറെ വല്ല പണിയൊന്നും ഇല്ലേ. ഈ ഒരു പൗരോഹിത്യ സ്വീകരണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വർഷം അടുക്കും തോറും എൻ്റെ ഉള്ളിൽ വല്ലാതൊരു ഭയം വരുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇങ്ങനെ അച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ, എല്ലാവരെയും സ്നേഹിക്കുക, ആരോടും ആരിൽ നിന്നും അധികമൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക, അവസാനം വരെ പോരാടുക. നിർമ്മല ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. അപ്പം അനന്ത സാധ്യതകളുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ശേഷം സ്വർഗത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി വൈദിക വൃത്തിയെ മനസ്സാവരിച്ച ചെറുപ്പക്കാരൻ. അതാണ് മാനന്തവാടി രൂപതയ്ക്ക് വേണ്ടി കഴിഞ്ഞയിടെ അഭിഷിക്തനായ ഫാദർ റിൻസൺ പോൾ നെല്ലിമലയിൽ. തന്റെ ദൈവവിളിയെക്കുറിച്ച് അദ്ദേഹം മനസ്സ് തുറക്കുന്നു. ഞാൻ ഫാദർ റിൻസൺ പോൾ നെല്ലിമലയിൽ. ഞാൻ മാനന്തവാടി രൂപതയിലെ ഒരു വൈദികനാണ്. രൂപതയുടെ ഫെഡാർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ്റെ ജനറൽ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പക്ഷേ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിൽ നിന്നും കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനേക്കുള്ള ഒരു യാത്രയുണ്ട്. ആ യാത്രയെക്കുറിച്ച് ഒരു അല്പം സംസാരിക്കാമെന്ന് കരുതുകയാണ്. ഞാൻ പഠിച്ചത് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. 2013 ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി. അപ്പോൾ ഈ പഠനം പൂർത്തിയാക്കുന്ന സമയത്ത് ഞാൻ ജീസസ് യൂത്തിൽ വളരെ ആക്റ്റീവായിട്ട് നിന്ന ഒരു കാലഘട്ടമായിരുന്നു. ജീസസ് യൂത്തിൽ സാധാരണ നമ്മുടെ ഈ ഡിഗ്രി കാലഘട്ടത്തിന് ശേഷം ഒരു വർഷം കർത്താവിന് വേണ്ടിയിട്ട് ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ടൈമർഷിപ്പ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞു ഒരു വർഷം ഫുൾ ടൈമർഷിപ്പിനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കുന്ന സമയത്താണ് എൻ്റെ കോളേജിൽ എൻ്റെ ജൂനിയേഴ്സ് ഉണ്ടായിരുന്ന കുറച്ച് പേർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേട്ടാ എന്തുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ ഈ ഫുൾ ടൈമർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത്, ലൈഫ് ടൈമർഷിപ്പിനെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ. അപ്പം ശരിക്കും എൻ്റെ ഉള്ളിൽ പണ്ട് തൊട്ടേ ഒരു ആഗ്രഹമുണ്ട്, ഒരു പുരോഹിതനാകണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു ആഗ്രഹത്തെ ഇങ്ങനെ മാറ്റി വെച്ച് ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു ചിന്ത അവരുടെ ഒരു ചോദ്യം എന്നെ വല്ലാതെ ഒന്ന് അലട്ടി. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ശരിക്കും ഈ പൗരോഹിത്യത്തെക്കുറിച്ച് കുറേ കൂടി ചിന്തിച്ചത്. കാരണം എന്തുകൊണ്ട് ഒരു പുരോഹിതനായിക്കൂടാ, കാരണം എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു ആഗ്രഹം തന്നെയായിരുന്നു ഒരു കർത്താവിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതനാവുക എന്നുള്ളത്. കോളേജിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പൊതുവെ റോയൽ മിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഒരു ആൺകുട്ടികളുടെ ഒരു കൂട്ടമാണ്. അപ്പം ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു എന്ന് തന്നെ പറയാം. പലരും ഇങ്ങനെ പറഞ്ഞായിരുന്നു, എന്തിനാടാ നീ ഇങ്ങനെ പോകുന്നത്, നമ്മൾ ഒരു വീഡിയോയിലൊക്കെ കേട്ടില്ല, എന്തിനാടാ ചക്കര നീ അച്ഛൻ പട്ടത്തിന് പോകുന്നത്, ആ ഒരു സെൻസിനേക്കാൾ അപ്പുറത്തേക്കും ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ എന്തിനാടാ നിനക്ക് വേറെ വല്ല പണിയൊന്നും ഇല്ലേ എന്നുള്ളൊരു ചോദ്യങ്ങളുടെ വലിയൊരു തലം ഉണ്ടായിരുന്നു. പക്ഷേ ഇതേ ഒരു തലം തന്നെ സെയിം ലെവലിൽ തന്നെ ഒരു മോട്ടിവേഷൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടവും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാം ആദ്യമേയൊക്കെ ഇങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഈ ഒരു വിളിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടൊരു തീരുമാനം എടുത്തപ്പോൾ എന്നെ ഇങ്ങനെ പേഴ്സണലായിട്ടും ഗ്രൂപ്പിലാണെങ്കിലും പലപ്പോഴും പ്രോത്സാഹിപ്പിച്ചതും എൻ്റെ കൂട്ടുകാരൊക്കെ തന്നെയാണ്. ഒടുവിൽ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചു. പക്ഷേ എനിക്ക് ഒരു ബാരിക്കേഡായിട്ടുണ്ടായിരുന്നത് എൻ്റെ തന്നെ ഒരു ചിന്തയാണ്. കാരണം ഞാൻ വീട്ടിൽ ഒറ്റ മോനേ ഉള്ളൂ, ഒരു ചേച്ചിയുണ്ട്, ആണായിട്ട് ഒരാളേ ഉള്ളൂ. അപ്പം പേരൻസിനെ ആര് നോക്കും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വല്ലാതെ നലട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചെങ്കിലും പോകണ്ട എന്നുള്ള ഒരു ഡിസിഷനിലോട്ടെത്തി. അതിനുശേഷം ഞാൻ ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നോ പാർക്കിൽ ഒരു ഇൻ്റർനാഷണൽ പ്രൊജക്റ്റ് കോമ്പറ്റീഷന് ഒരു സമ്മാനമൊക്കെ ലഭിച്ച് അതിൻ്റെ പുറകെയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി എന്തെന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ എംടെക് എടുക്കാമെന്നുള്ള വെച്ചിട്ട് കോഴിക്കോട് ഗേറ്റ് ഫോറത്തിൽ വന്ന് എംടെക്കിൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ട് ഗേറ്റ് കോച്ചിങ്ങിന് വേണ്ടി ചേർന്നു. പക്ഷേ ഈ ഒരു സമയത്തും ഈ ഒരു ചിന്ത എന്നെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഒരു പുരോഹിതനായിക്കൂടാ. അപ്പം ഞാൻ പലപ്പോഴും കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ദേവഗിരി കോളേജിൻ്റെ ചാപ്പലിൽ വൈകുന്നേരങ്ങളിൽ കുർബാനയ്ക്ക് പോകും. അവിടെ ഇരുന്ന് ഒരുപാട് സമയം ഇങ്ങനെ ചിന്തിക്കും. ആ ഒരു സമയത്താണ് ജീസസ് യൂത്തിൻ്റെ യൂത്ത് ഓഫ് യൂണീക്നെസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അങ്കവാലിയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഓൾ കേരള മൊബിലൈസേഷൻ ടീമിൻ്റെ ഭാഗമായി ഒരുപാട് യാത്രകളൊക്കെ ചെയ്തു. ആ ഒരു യാത്രകൾ ചെയ്യുന്ന സമയത്ത് മുഴുവൻ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടൊരു പുരോഹിതനായിക്കൂടാ. കാരണം എൻ്റെ ഉള്ളിലൊരു വിളിയെ ഞാൻ കുറേ കൂടി ഇങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. ആ ഒരു പ്രോഗ്രാമിൻ്റെ അവസാനമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഇൻ്റർസെഷൻ ടീമിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് ഇതിനുവേണ്ടി വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിൽ എൻ്റെ മനസ്സ് ശക്തമായിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ വിളി ഇത് തന്നെയാണ്, ഇതിലെ നീ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ പിന്നെയും സ്ട്രഗിൾസ് ആയിരുന്നു. സ്ട്രഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈനർ സെമിനാരി ചേരുകയാണ്. ഒരു 10-24 വയസ്സായിട്ടുള്ള ഒരാൾ ഈ 15 വയസ്സ് പ്രായമുള്ള ആളുകളുടെ കൂടെ ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തുള്ള പ്രായോഗികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്.
പക്ഷേ ഞാൻ ഈ സെമിനാരിൽ പോകുന്നതിൻ്റെ തലേദിവസം തന്നെ GSUത്തിലുള്ള ഒരു ചേച്ചി എന്നെ വിളിച്ചു. അപ്പോൾ ചേച്ചി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 6 മാസത്തേക്ക് ഒരു തീരുമാനമൊന്നും എടുക്കരുത്. കാരണം ഇനിഷ്യലായിട്ടൊരു ക്രൈസിസ് ഉണ്ടാകും. അപ്പോൾ ആ ക്രൈസിസിൻ്റെ മൊമെൻറ്റിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ തെറ്റിപ്പോയെന്ന് വരാം. പക്ഷേ ആ ഒരു 6 മാസം കുറേ കൂടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോയി. അതിനുശേഷം ഫിലോസഫി കാലഘട്ടത്തിൽ എത്തി. ഞാൻ കോട്ടയം വടവാതൂർ സെമിനാരിയിലാണ് പഠിച്ചത്. ഈ ഫിലോസഫി കാലഘട്ടത്തിൽ സെക്കൻഡ് ഇയർ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ക്രൈസിസായി. ഇത് തുടരണോ വേണ്ടയോ, വീടിനെക്കുറിച്ചുള്ള വലിയ ചിന്തകളും ആകുലതകളൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നീട് ഞാൻ ഒരു ഘട്ടത്തിൽ ഞാൻ നിർത്താമെന്നുള്ള രീതിയിൽ പതുക്കെ ഇങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ള രീതിയിൽ നിന്നു. പിന്നെ സ്പിരിച്വൽ ഫാദേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ച് കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതിനുശേഷം ഞങ്ങളുടെ മാനന്തവാടി രൂപതയുടെ ഒരു ക്രമപ്രകാരം നമ്മൾ ഫിലോസഫി പഠനത്തിന് ശേഷം നമ്മൾ PG പഠിക്കുവാനായിട്ട് കേരളത്തിന് വെളിയിലോട്ട് പോകും. 2 വർഷം നമ്മൾ PG ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ വൊക്കേഷൻ കുറേ കൂടി ഒന്ന് ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മളെ കടത്തി വിടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഹൈദരാബാദാണ് പോയത്. പക്ഷേ ഈ ഹൈദരാബാദ് പോയി ശരിക്കും ഈ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമായിരുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വർഷം കഴിഞ്ഞ് മംഗലപ്പുഴ സെമിനാരിയിൽ തിയോളജി പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഈ കാസക്ക് കിട്ടുന്ന ലോഹ ഇടുന്ന വെസ്റ്റേഷന് മുമ്പായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രശ്നം, അതായത് ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഒടുവിൽ ഞാൻ ഈ വെസ്റ്റേഷന് 1-2 ആഴ്ച മുമ്പ് ഞാനൊരു തീരുമാനം എടുത്തു, ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുക്കുകയായിരുന്നു. ഫിലോസഫി കഴിഞ്ഞ് 2 വർഷം PG കഴിഞ്ഞിട്ട് ഞാൻ 1 വർഷത്തേക്ക് കൂടി ബ്രേക്ക് എടുത്തു. പക്ഷേ ഈ ഒരു വർഷ കാലഘട്ടം ഞാനിങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചു, നമ്മുടെ വിളി ഇത് തന്നെ ആയിരിക്കുമോ, നമ്മളിങ്ങനെ തന്നെ പോകണോ. പക്ഷേ ആ ഒരു പ്രാർത്ഥനയിലും നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ചെലവഴിച്ച ആ ഒരു കാലഘട്ടം ഒരുപക്ഷെ വിളിയിൽ കുറേ കൂടി ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രൈസിസുകൾക്കപ്പുറത്തേക്ക് ഈ ദൈവം നമ്മളെ വഴി നടത്തുന്നതും ദൈവം സ്നേഹിക്കുന്നതും നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെ ആകുലപ്പെട്ടുകൊണ്ടിരുന്നോ ആ മേഖലയിലൊക്കെ ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനെ കൈപിടിച്ച് നടത്തുന്നതൊക്കെ അനുഭവിക്കാൻ വേണ്ടി പറ്റിയൊരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം മംഗലപ്പുഴ സെമിനാരിൽ തിയോളജി പഠനത്തിന് ശേഷം പക്ഷേ ഈ ഒരു പൗരോഹിത്യ സ്വീകരണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വർഷം അടുക്കും തോറും എൻ്റെ ഉള്ളിൽ വല്ലാതെ ഒരു ഭയം വരുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇങ്ങനെ അച്ഛനായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ, നമ്മുടെ വിളി ഇത് തന്നെയാണോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ച സമയത്ത് എനിക്ക് എൻ്റെ രൂപതാധികാരികളോടും രൂപതയിലെ അച്ഛന്മാരോടൊക്കെ ഒരുപാട് സ്നേഹം തോന്നിയ നിമിഷം. കാരണം നമുക്ക് ഈ ഒരു ക്രൈസിസ് വന്നു എന്നറിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, എടാ അങ്ങനെയാണ്, നീ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ടല്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒക്കേഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നീ ആ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി സമയമെടുത്തോ എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു കരുതലിൻ്റെ കരം നൽകിയ ഒരു അധികാരികളുടെ ഒരു കൂട്ടത്തെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സഭയോട് ഒരുപാട് ഇഷ്ടം തോന്നിയ മൊമെൻറ്റ്സ് ആയിരുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു വർഷ കാലഘട്ടത്തോളം കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിച്ച് ആത്മീയമായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി. കാരണം നമുക്ക് ഈ വിളിയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയുടെ വലിയൊരു കരുത്ത് ആവശ്യമായിരുന്നു. അപ്പോൾ അത് സമ്പാദിക്കലായിരുന്നു ഈ ഒരു വർഷം കൊണ്ട് ഞാൻ എന്താണോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് ആ ഒരു വർഷം കൊണ്ട് ഞാൻ ഈ പ്രാർത്ഥനയുടെ ഒരു കരുത്ത് സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു. ഒടുവിൽ 1 വർഷം കൂടി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീണ്ടും വന്നു. സെമിനാരി പരിശീലനത്തിലേക്ക് റീജോയിൻ ചെയ്തു. മംഗലപ്പുഴ സെമിനാരിയിൽ നമ്മുടെ തിയോളജി പഠനത്തിന് വേണ്ടി പോയി. അപ്പം ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവിസ്മരണീയമായ വിധം ഞാൻ ചിന്തിക്കുന്ന, എന്നെ ദൈവവിളിയിൽ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച കുറച്ചനേകം നിമിഷങ്ങളുണ്ടായ ഒരു കാലഘട്ടമായിരുന്നു മംഗലപ്പുഴ സെമിനാരിയിലേതെന്ന് പറയുന്നത്. മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് ദൈവവിളിയിൽ ഒരുപാട് പ്രോത്സാഹനം നൽകുന്ന, ഒരുപാട് ചിന്തകളൊക്കെ നൽകിയ ഒരുപാട് മനുഷ്യരെയൊക്കെ കണ്ടുമുട്ടിയത്. അതിൽ ആദ്യത്തെ ആളായിരുന്നു ബ്രദർ നിർമ്മൽ. ഒരുപക്ഷെ നിർമ്മലിനെക്കുറിച്ച് പറയാതെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് അവസാന കാലഘട്ടങ്ങൾ ഒരുപാട് കരുത്ത് പകർന്ന കുറേ വാക്കുകൾ നൽകിയ ഒരു ബ്രദറാണ് നിർമ്മൽ എന്ന് പറയുന്നത്. നിർമ്മൽ ക്യാൻസർ ബാധിച്ച് കഴിഞ്ഞ വർഷം മരിച്ചു. പക്ഷേ ഈ നിർമ്മൽ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ സെമിനാരിയുടെ പ്രൊക്രേറ്ററായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിർമ്മലിനെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഈ നിർമ്മലിനെ വിളിക്കുന്ന സമയത്താണ് ശരിക്കും ഈ ജീവിതത്തിൻ്റെ ഈ ക്ഷണികത എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊക്കെ മനസ്സിലാകുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള നിർമ്മലിൻ്റെ കുറേ സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ അവനിങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക്, നമ്മൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ വിളിയിൽ നിന്ന് മാറണമെന്ന് തീരുമാനിച്ച് അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെന്നുള്ള വലിയൊരു സന്ദേശം നൽകിയ മനുഷ്യനായിരുന്നു നിർമ്മൽ എന്ന് പറയുന്നത്. നിർമ്മലിൻ്റെ ഒരു വളരെ ആഴത്തിൽ എന്നെ ചിന്തിപ്പിച്ച 3 വാക്യങ്ങളുണ്ടായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുക, ആരിൽ നിന്നും അധികമൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക, അവസാനം വരെ പോരാടുക. നിർമ്മലിൻ്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. അപ്പം അതെനിക്കൊരു വലിയൊരു മെസ്സേജായിരുന്നു. അവസാനം വരെ ഇങ്ങനെ പോരാടാൻ വേണ്ടിയിട്ടുള്ളൊരു കരുത്ത് നൽകിയ ഒരു മനുഷ്യനായിരുന്നു നിർമ്മൽ. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ ബാസ്കറ്റ്ബോൾ ടീമിൻ്റെ
കോച്ചായിട്ട് വന്ന മരിയദാസ് OIC ബദനി സന്യാസ സമൂഹത്തിലെ മരിയദാസ് അച്ഛനായിരുന്നു. അച്ഛൻ്റെ ചിന്തകളും എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നീടുണ്ടായിരുന്നത് എൻ്റെ കൂട്ടുകാരായിട്ട് എൻ്റെ സഹപാഠികളായിട്ടുണ്ടായിരുന്ന സഹോദര വൈദിക വിദ്യാർത്ഥികളാണ്. ഇവരെല്ലാവരും ഇപ്പം അച്ഛന്മാരായി. പക്ഷെ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടെന്ന് പറയുന്നതും തീർച്ചയായിട്ടും നമുക്ക് ഈ ദൈവവിളിയിൽ കുറേ കൂടിയൊക്കെ ആത്മീയമായി പ്രാർത്ഥിച്ചൊരുങ്ങി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വലിയൊരു കുതിപ്പ് നൽകിയ ഒരു വസ്തുതയായിരുന്നു. അപ്പം തിയോളജി കാലഘട്ടത്തിന് ശേഷം പിന്നെ ഒരുപാട് സ്വാധീനിച്ചതാണ് ഒരു മിഷൻ എക്സ്പോഷറായിട്ട് ഞങ്ങൾ അദീലാബാദ് രൂപതയിൽ പോയി 1 മാസത്തോളം അവിടെ സേവനം ചെയ്തു. അപ്പം ഈ പൗരോഹിത്യം എന്ന് പറയുന്നതിൻ്റെ ശുശ്രൂഷയുടെ ആ ഒരു തലം മനസ്സിലാക്കിക്കൊണ്ട് കുറേ കൂടി ഇതിനൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമേഷൻ കാലഘട്ടം ലഭിച്ചിട്ടുണ്ടായിരുന്നു. തിരുപ്പട്ടത്തിൻ്റെ സമയത്താണെങ്കിൽ പോലും എൻ്റെ ആദ്യ ദിവ്യബലി ഏർപ്പെടുത്തിന് വേണ്ടി ഒരുപക്ഷെ അതുപോലെ ഒരുങ്ങിയ ഒരു മൊമെൻറ്റ് ഉണ്ടായിട്ടില്ല. അത് ആദ്യത്തെ ബലിയർപ്പണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപക്ഷെ ഇങ്ങനെ കണ്ണുകളൊക്കെ നനഞ്ഞ്. കാരണം ദൈവം നൽകിയ ഒരു വലിയൊരു ദാനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ലെന്നുള്ള ആ ഒരു ചിന്ത ബലിപീഠത്തോട് അതുപോലെ സ്നേഹം തോന്നിയ ഒരു നിമിഷമായിരുന്നു ആദ്യത്തെ ആ ഒരു തിരുപ്പട്ട സ്വീകരണ ദിനം എന്നൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പൗരോഹിത്യ കൂട്ടായ്മയുടെ ശക്തിയും സ്നേഹവും കരുതലൊക്കെ അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു ഈ പട്ടത്തിന് മുമ്പുള്ള ഒരാഴ്ച കാലഘട്ടവും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എന്നൊക്കെ പറയുന്നത്. അമൽ ജ്യോതിയിൽ നിന്ന് കിട്ടിയ ആ ഒരു ആത്മീയതയുടെ അടിത്തറ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്നത്. അതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ ജീസസ് യൂത്ത് കുടുംബത്തിലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് കൂട്ടുകാർ, ജൂനിയേഴ്സും സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ, ഇവരുടെ പ്രാർത്ഥനയുടെ ഒരു കരുത്തൊക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും അത് അനുഭവിക്കുന്നുണ്ട്, സെമിനാരി കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബാംഗങ്ങളുടെ ആ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് ചേച്ചിയും അളിയനും അപ്പനും അമ്മയും ഇവരൊക്കെ എൻ്റെ ഒരു തീരുമാനത്തിൽ ആദ്യമൊക്കെ ചെറിയ സങ്കടം തോന്നിയിരുന്നെങ്കിൽ പോലും എനിക്കൊരു സപ്പോർട്ടായിട്ട് അവരുണ്ടായിരുന്നു. കാരണം ഈ നിർണായക നിമിഷങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ നിർണായക സമയത്ത് ഇവർ കൃത്യമായിട്ട് നമുക്കൊരു സപ്പോർട്ടൊക്കെ നൽകി. പക്ഷേ ഇതെല്ലാം ദൈവം നമ്മളെ കൃത്യമായിട്ട് നയിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു പുരോഹിതനായി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇങ്ങനെ ക്രൈസിസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് താങ്ങാവുന്നതിനപ്പുറത്തേക്കൊരു ക്രൈസിസ് ഒന്നും ദൈവം തരുന്നില്ല. എൻ്റെ തിരുപ്പട്ടം നടന്നത് എൻ്റെ സ്വന്തം ഇടവകയായിട്ടുള്ള മുള്ളംകൊല്ലി സെൻറ്റ് മേരീസ് ഫൊറാന ദേവാലയത്തിലായിരുന്നു. ഞാനും എൻ്റെ ഇടവകയിൽ നിന്ന് തന്നെയുള്ള അഭിഷേക് കണ്ടത്തേങ്കര എന്ന അച്ഛനും കൂടെ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ തിരുപ്പട്ടം സ്വീകരിച്ചത്. അപ്പം അതിൻ്റെ സമയത്തും എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ വലിയൊരു കരുത്തായിരുന്നു അഭിഷേക് അച്ഛൻ എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ആ 2 പേരുടെ ആ ഒരു കൂട്ടായ്മയുടെ ശക്തി എന്നെ കുറേ കൂടിയൊക്കെ ഈ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. 2023 ഡിസംബർ 26 ക്രിസ്മസിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെയായിരുന്നു ഞങ്ങളുടെ തിരുപ്പട്ടം നടന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെയും മാമോദീസ പേരും അഭിഷേക് അച്ഛൻ്റെ മാമോദീസ പേരും ഞങ്ങൾ 2 പേരും എമ്മാനുവൽ തന്നെയായിരുന്നു. അപ്പം എമ്മാനുവലുമാരുടെ പട്ടം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഓരോ പരിശുദ്ധ കുർബാന കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മീയമായിട്ടുള്ളൊരു സന്തോഷം കിട്ടിയ ഒരു അനുഭവം ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ് ഞാൻ ഓരോ ദിവസവും കുറേ കൂടി എൻ്റെ വിളിയിൽ ഞാൻ അനുഭവിച്ച ദൈവത്തെ ഇങ്ങനെ എൻകൗണ്ടർ ചെയ്യുന്ന നിമിഷങ്ങളുണ്ടാകുന്നത്. പരിശുദ്ധ കുർബാനയ്ക്ക് അത്രത്തോളം ഇഷ്ടമാണ്. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. രണ്ടാമതായിട്ട് എന്നെ സ്വാധീനിച്ച ഒരു കൂദാശ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുമ്പസാരക്കൂടുകളാണ്. കുമ്പസാരക്കൂടുകളാണ് ശരിക്കും ഒരു പച്ചയായ മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ തുറന്നു കാണിക്കപ്പെടുന്ന ഒരു ഇടമെന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം എന്താ പറയുന്നത് നിഷ്കളങ്കരായി നിർമ്മലതയോടും കൂടി ജീവിക്കണമെന്നുള്ളത് നമ്മൾ എത്രത്തോളം നിസ്സാരരാണെന്നൊക്കെ ശരിക്കും അനുഭവിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് കുമ്പസാരക്കൂടുകളാണ്. അപ്പം കുമ്പസാരക്കൂടുകൾ എന്നെ കുറേയൊക്കെ എളിമപ്പെടുവാനായിട്ട് സഹായിച്ച ഒരു ഇടമാണ്. ഉയിരും ഉടലും ഉടയവനർപ്പിച്ച് ഉദ്ദിതനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഫാദർ റിൻസൺ. ഈ മാതൃക ദൈവവിളി സ്വീകരിക്കാൻ വെമ്പുന്നവർക്ക് ഒരു പ്രചോദനമാകട്ടെ.